മദീന മുഴുവന് സ്നേഹമല്ലേ? ആ സ്നേഹത്തിൽ നിന്ന് ആർക്കാണ് ഓടിയൊളിക്കാൻ പറ്റുക? ആരംഭ റസൂലിന്റെ കാലത്ത് മദീനയിൽ ജയിലുണ്ടോ? ഒരു ജയിലുണ്ടോ മദീനത്ത്? കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടാൻ, തടവിലിടപ്പെടാൻ, ദിവസങ്ങളോളം അടച്ചിടപ്പെടാൻ ഒരു ജയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തില്ലായിരുന്നു. പിന്നെയോ മസ്ജിദുൻ നബവിയുടെ തിരുമുമ്പിൽ ചെറിയൊരു റൂമുണ്ടായിരുന്നു. ആ റൂമിന്റെ അകത്ത് കുറ്റവാളികളെ കൊണ്ടുവന്നാൽ ഒരു ദിവസം അതിന്റെ അകത്ത് തൂണിൽ കെട്ടിയിടുന്ന പതിവുണ്ടായിരുന്നു തടവ് ശിക്ഷയാണെങ്കിൽ. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ കയ്യും കാലും കെട്ടി വലിച്ചെടുത്തു കൊണ്ടുവരികയാ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കയ്യും കാലും കെട്ടി ഒരു മനുഷ്യനെ വലിച്ചെടുത്തു കൊണ്ടുവരികയാ. സ്വഹാബികൾ ചോദിച്ചു, ആരാണ്? നോക്കുമ്പോൾ അത് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്നവനാ. 101 സഹാബികളെ കൊന്നവനാണ്. 101 സഹാബികളെ കൊന്നവനാ. സുബ്ഹാനല്ലാഹ്, 101 സഹാബികളെ കൊന്ന സുമാമത്ത് ബിൻ ഉസാലിനെ കയ്യും കാലും കെട്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിച്ചെടുത്തു കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് കിടത്തിയിട്ട് പറയുന്നു, നബിയേ, ഞാൻ കൊന്നുകളയട്ടയോ റസൂലേ, ഞാൻ കൊന്നുകളയട്ടയോ നബിയേ, ഞാൻ കൊന്നുകളയട്ടയോ നബിയേ. അങ്ങയുടെ അനുവാദം ചോദിച്ച് അങ്ങയുടെ മുമ്പിലിട്ട് കൊല്ലാനാണ് ഈ സുമാമത്ത് ബിൻ ഉസാലെ ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഉമറേ വേണ്ട, സുമാമത്ത് ബിൻ ഉസാലിനെ ഒന്നും ചെയ്യല്ലേ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ, നബിയേ, അങ്ങയുടെ കവളത്ത് മുത്തം തന്ന, അങ്ങയുടെ കയ്യിൽ മുത്തം തന്ന, അങ്ങയെ മുസാഫഹത്ത് ചെയ്ത, അങ്ങയുടെ കരം കവർന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞ 101ഓളം വരുന്ന സഹാബികളെ വെട്ടി വെട്ടി അരിഞ്ഞു കൊന്നുകളഞ്ഞവനാ നബിയേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, വെറുതെ വിട്ടേക്കുക ഉമറേ, അവനെ കൊണ്ടുപോയി ആ തുണലൊന്ന് കെട്ടിയിട്ടേക്കുക, അടിക്കല്ലേ, ഇടിക്കല്ലേ. സുമാമത്ത് ബിൻ ഉസാൽ ഒരു തൂണിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാ. അയാൾ വിചാരിച്ചു, റസൂലുള്ള ഇപ്പ വരും, ഊരി പിടിച്ച വാളുമായിട്ട് ഇപ്പ വരും, എന്റെ തലവെട്ടിയെടുക്കുമെന്ന് കരുതിയിട്ട് ആ തൂണിൽ ബന്ധസ്ഥനായി കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന് നടന്ന് ചെല്ലുകയാണ്. എന്നിട്ട് ആ സുമാമത്ത് ബിൻ ഉസാലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, നീ മുസ്ലിമാകുവോ, നീ മുസ്ലിമാകുവോ, നീ മുസ്ലിമാകുവോ. ആ സുമാമത്ത് ബിൻ ഉസാൽ പറയുന്നു, മുഹമ്മദേ, എന്റെ ശരീരത്തെ 1000 കഷണമായി വെട്ടിയെരിഞ്ഞിട്ട് കൊടുത്താൽ ഞാൻ മുസ്ലിമാവില്ല, ഞാൻ മുസ്ലിമാവില്ല, ഞാൻ മുസ്ലിമാവില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു രാത്രി മുഴുവനും നിനക്ക് തരാ, ഇന്നത്തെ രാത്രി മുഴുവനും നിനക്ക് തരാം, നീ ആലോചിച്ചു കൊള്ളുക. പെട്ടെന്ന് പ്രഭാതം പൊട്ടിവിടുന്ന സുബഹി നമസ്കാരം കിടന്ന് ഉമർ റളിയല്ലാഹു അൻഹു വാളിന് മൂർച്ച കൂട്ടുകയാ. എന്തിനാ? സുമാമത്ത് ബിൻ ഉസാലിനെ കൊന്നുകളയാൻ. നബി തങ്ങൾ നിസ്കാരം കിടന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉമറേ, ആ തൂണിൽ ഞാൻ ഇന്നലെ ബന്ധസ്ഥനാക്കിയിട്ട സുമാമത്ത് ബിൻ ഉസാലിന് ഈത്തപ്പഴവും പാലും കൊണ്ടുവന്ന് കൊടുക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിന് അരിശം വന്നു. ആരംഭ റസൂലല്ലേ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ കഴിയില്ല, പിടിച്ചു നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ, നബിയെ, ഞാൻ കൊടുക്കില്ല, എനിക്ക് കഴിയില്ല. എന്റെ കൂട്ടുകാരെ വെട്ടിയവനാണ്, എന്റെ കൂടപ്പിറപ്പുകളെ കൊന്നവനാണ്, എന്നോടൊപ്പം എന്റെ സഹോദരങ്ങളെ പോലെ ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്നവരെ വെട്ടിയെറിഞ്ഞവനാണ്. അതുകൊണ്ട് നബിയേ, ഈത്തപ്പഴവും പാലൊന്നും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കൂല. വേറൊരു സഹാബി ഈത്തപ്പഴവും ഒട്ടകത്തിന്റെ പാലും കൊണ്ടുവന്ന് കൊടുത്തപ്പോ സുമാമത്ത് ബിൻ ഉസാൽ നല്ലതുപോലെ കഴിക്കുകയാ. അയാൾക്ക് മനസ്സിലായ അവസാനത്തെ അന്നമാണ്, എന്നെ കൊല്ലാൻ പോവുകയാണ്. ഒന്നുകിൽ എന്നെ തൂക്കിലേറ്റപ്പെടുകയാ, ഇല്ലെങ്കിൽ എന്റെ കഴുത്ത് വെട്ടിയെറിയുകയാ. സുമാമത്ത് ബിൻ ഉസാലിന്റെ മനസ്സിങ്ങനെ പിടപെടക്കാൻ തുടങ്ങി. അവിടെ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വരികയാണ്. ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞപ്പോ റസൂലുള്ള മുമ്പിലേക്ക് വരികയാ. വന്നിട്ട് പറയുന്നു, നീ മുസ്ലിമാകുന്നുണ്ടോ? ഇല്ല മുഹമ്മദേ, ഞാൻ മുസ്ലിമാകുന്നില്ല. ഇന്നലെ രാത്രി മുഴുവനും നീ ആലോചിച്ചോ? ഇന്നലെ
കാപ്പി മുഴുവനും നീ ആലോചിച്ചോ. അതേ നബിയേ, ഞാൻ മുസ്ലിമാകുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് വന്ന സഹാബത്തിനോട് പറഞ്ഞ് അടിച്ചു വിട്ടേക്കുക, സുമാമത്ത് ബിൻ ഉസാലിന്റെ ശരീരത്തൊരാൾ തൊടല്ലേ. ആ സുമാമത്ത് ബിൻ ഉസാലിനെ അടിച്ചു വിട്ടേക്കുക. സുമാമത്ത് ബിൻ ഉസാല് കെട്ടടിച്ചു വിട്ടിട്ട് ആരംഭ റസൂലിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. നടന്ന് മുമ്പിലോട്ട് പോവുകയാണ്. ഇത് മദീനയുടെ ജയിലിന്റെ കഥയാണ്. ഇത് മദീനയുടെ ജയിലിന്റെ കഥയാണ്. നിരപരാധികളെ തൂക്കിക്കൊല്ലുന്ന കാടത്തം മരവിച്ചു പോരാ ഈ കാലഘട്ടത്തിന്റെ ജയിലറയുടെ കഥയല്ല. പീഡനമുറകളെ പരമ്പരാഗതമായി കിട്ടിയതുപോലെ ലാഘവത്തോടെ വടിച്ചു കീറുന്ന മനുഷ്യ ശരീരങ്ങൾ കിടന്ന് പുടുത്തെറിയുന്ന ശരീരങ്ങളുടെ കേന്ദ്രമാകുന്ന ജയിലറയുടെ കഥയല്ല. സുമാമത്ത് ബിൻ ഉസാല് പ്രവാചകന്റെ സമക്ഷത്തിലും നിറങ്ങി നടന്നു പോവുകയാണ്. പക്ഷേ സുമാമത്ത് ബിൻ ഉസാലിന്റെ മനസ്സ് നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ഞാൻ എവിടെന്നാണ് വരുന്നത്? ഞാൻ എവിടെന്നാണ് ഇറങ്ങി വരുന്നത്? ഞാൻ ആരുടെ മുമ്പിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? ഇന്ന് വരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് നിന്നൊരു ശത്രുവും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള എന്നെ 100-101 പേര് കൊന്നിട്ട് പോലും ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ വിട്ടതെന്താ? ആ മനസ്സിനെ സ്വാധീനിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. സുമാമത്ത് ബിൻ ഉസാല് നടന്നുപോയി ഒരു പുഴയുടെ ഭാഗത്ത് ചെന്നിരുന്ന് പൊട്ടി കരയുകയാണ്. ഞാനെന്തിന് സ്വീകരിക്കാതിരിക്കണം? ഞാനെന്തിനാ മുഹമ്മദിനെ കുറ്റപ്പെടുത്തണം? സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനെന്തിനാ മുഹമ്മദിന്റെ മരം വെറുതെ പാഴാക്കി കളയണം? പുഴയിലിറങ്ങി കുളിക്കുകയാണ്, നല്ല വസ്ത്രം ധരിക്കുകയാണ്. എന്നിട്ട് ആരംഭ റസൂലിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു നടന്നു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന നബിയേ, ഇനി അവനെ ഞാനിവിടെ കയറ്റില്ല. ഞാൻ വെട്ടും നബിയേ, ഞാൻ കഴുത്തു വെട്ടും നബിയേ, ഞാൻ കൈകാലുകളെ വെട്ടിയെരിയും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ, സുമാമത്ത് ബിൻ ഉസാല് വരുന്നതെന്തിനെന്നറിയട്ടെ? പ്രവാചക പ്രകീർത്തനത്തിന്റെ അലയലുകൾ അല്പസമയത്തേക്കൊന്ന് ശാന്തമായപ്പോ സുമാമത്ത് ബിൻ ഉസാല് കടന്നു വന്നിട്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, അങ്ങ് എനിക്ക് വേണം നബിയേ, അങ്ങ് എനിക്ക് വേണം നബിയേ. അങ്ങൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ വെട്ടി അറിയുമായിരുന്നല്ലോ നബിയേ. എന്നിട്ട് സുബഹി കഴിഞ്ഞപ്പോ എനിക്ക് ഈന്തപ്പഴയും കാരക്കയും വെള്ളവും പാലും കൊണ്ടുവന്ന നബിയേ, എന്നടിക്കരുതെന്ന് പറഞ്ഞ റസൂലേ, എനിക്കാ മരം മതി നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് സുമാമത്ത് ബിൻ ഉസാല് പരിശുദ്ധ ഇസ്ലാമിന്റെ കൊടി കയ്യിൽ വാങ്ങിയെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്നവരെ ഈ പ്രവാചകനെയാണ് സ്നേഹിക്കാൻ പറഞ്ഞത്. ഈ സ്നേഹമാണ് വാങ്ങാൻ പറഞ്ഞത്. ഈ സ്നേഹമാണ് മദീനയുടെ കാറ്റ് പട്ടാമ്പി പള്ളിപ്പുറത്ത് ദാറുൽ അൻവാറിന്റെ സദസ്സിൽ കൊണ്ടുവരുന്നത്. ഇന്ന് വീശിയടിക്കുന്ന കാറ്റുകൾക്ക് മദീനയുടെ മണം വരണയല്ലോ. ഇന്നുദിച്ചു നിൽക്കുന്ന നിലാവിന് മദീനയുടെ സുവർഗത്തിന്റെ സുഗന്ധം വരണ തമ്പുരാനെ.